എല്ലാവരുടെയും ആഗ്രഹമാണ് ദൈവസ്വരം കേൾക്കാൻ കഴിയുക എന്നത്. പക്ഷേ ആ സ്വരം കേൾക്കാൻ കഴിയുന്നത് അപൂർവം ചിലർക്ക് മാത്രമാണ്. അത് ദൈവം അവരോട് മാത്രം സംസാരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ മാത്രം ദൈവത്തിന് കാതു കൊടുക്കുന്നത് കൊണ്ടാണ്. നമ്മളിൽ ഭൂരിപക്ഷവും മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതരാണ്. ലോകത്തിന്റെ, മോഹത്തിന്റെ, കുടുംബത്തിന്റെ, ഭാവിയുടെ, ജോലിയുടെ നമ്മൾ തിരക്ക് പിടിച്ചോടുകയാണ്, എന്തൊക്കെയോ നേടാനായിട്ട്. അതുകൊണ്ടാണ് ദൈവസ്വരം നാം കേൾക്കാതെ പോകുന്നത്. ദൈവസ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അതായത് നിശബ്ദതയും ധ്യാനവും അതിനാവശ്യമുണ്ട്. തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ, ധ്യാനിക്കാൻ, പ്രാർത്ഥനാപൂർവം മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാണോ? എങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഇതാ, ഇപ്പോൾ ഈ നിമിഷം നാം അങ്ങനെയൊരു തീരുമാനമെടുക്കൂ. ദൈവസ്വരം കേൾക്കാൻ ഇത്തിരി നേരം നിശബ്ദരാകുമെന്ന്, എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുമെന്ന്. ഇനി ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവമേ, ഇതാ ഞാൻ, എന്റെ നിശബ്ദതയുടെ മേൽ നിന്റെ വാക്കുകൾ പെയ്തിറങ്ങട്ടെ. എന്റെ മൗനം നിന്റെ നാദമായി മാറട്ടെ.